കുതിരാൻ വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. കുതിർക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജെല്ലിന്റെ ആ ഒരു പരുവത്തിന് കിട്ടും. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതോടെ ഇരിക്കട്ടെ. രാവിലെ നമ്മൾ വെറും വയറ്റിൽ ആ ഒരു ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിന് ഭയങ്കര ഇതാണ്. എല്ലാവർക്കും കഴിക്കാം, ജെൻസിനും കഴിക്കാം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ ഇനി എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചൂടുണ്ടാവുമല്ലോ, ഭയങ്കര ചിലരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ബോഡി ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സ് എല്ലാം യൂസ് ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ ട്രൈ ഉണ്ട്. ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറയാം. ബാദാം പിസ്നി. ഇതിനിപ്പോൾ വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ, ഇവിടെ വേറെ വല്ലതും പേര് എഴുതിയിട്ടുണ്ടോ? പിസ്നി ഉണ്ടോ? അതിൻ്റെ പേര് ബാദാം പിസ്നി. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്താ ബാദാം പിസ്നി. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ചോടുണ്ട. ചോട് ഞാൻ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്ന് അറിയാതെ വാങ്ങിച്ചത്. ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ, ഒരു കുഞ്ഞ്. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ലേഡീസിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മളത്തെ വീഡിയോ. ആരും മിസ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് ഒരു 13 വയസ്സ് തൊട്ട്, അതായത് 13 നമ്മളുടെ ഏജ് അറ്റൻഡ് ആവുന്ന പെൺകുട്ടികളിൽ അവിടെ നിന്ന് തൊട്ട് അവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ. ഓക്കെ, അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിവിടെ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച് നിങ്ങളടുത്ത് പറയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഈ സാധനത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് നോക്കണം. ഇവിടെ ക്ലിയറൻസ് കുറച്ച് കുറവാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതാണ് സംഭവം. അതായത് നമ്മളുടെ ഈ പനങ്കൽക്കണ്ടൊക്കെ ഇല്ല, ആ പനങ്കൽക്കണ്ടിൻ്റെയൊക്കെ ഒരു ഇതാണ്, ആ ഒരു ഇതാണ്. പക്ഷെ അതിന് മധുരമോ അല്ലാതെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ, ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കണം കേട്ടോ. ഇതാണ് സംഭവം, കാണുന്നുണ്ടോ? നമ്മുടെ കൽക്കണ്ട് പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഇത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. അത് മധുരം, പുളിപ്പ്, അങ്ങനെ ഒരു ഇതും ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഈ സംഭവം ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണത്, ഇതിൻ്റെ ഉപകാരം എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിവിടെ തമിഴ്നാട്ടിൽ പറയുന്ന പേരാണ് ബാദാം പിസ്നി എന്നാണ് പറയുക കേട്ടോ. ഈ സാധനത്തിൻ്റെ പേര് നമ്മുടെ നാട്ടിലത് കിട്ടും, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിറയെ ആയുർവേദിക്കിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അല്ലാതെ ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ബാദാം പിസ്നി എന്നാണ് പറയുക. മലയാളത്തിലെ പേരറിയാവുന്ന ഉറപ്പായിട്ടും പറയാം. അതിനുള്ളിൽ ഞാൻ രേണുവോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മൾ ഏജ് അറ്റൻഡ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അവിടുന്ന് തൊട്ട് നമുക്ക് ഉപയോഗിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി പീരീഡ്സ് വരുന്ന സമയത്ത് ഈ ഒരു ഇതിന് ഒരു 3 or 4 ഓക്കെ, ഈ മൂന്നെണ്ണം അല്ലെങ്കിൽ 4 പീസ് നമ്മൾ രാത്രി അതായത് കുതിർക്കാൻ വെക്കണം. രാത്രി വന്നിട്ട് കുതിർക്കാൻ വെള്ളത്തിൽ വെക്കുക. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളുടെ ഇത് ജ്യൂസുകളിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരുമാതിരി ഒരു ഇതായിട്ട് വരും, എന്താ പറയുക അതിനെ, ഒരുമാതിരി വഴുവഴുവഴുന്ന് പറഞ്ഞൊരു സാധനം. രേണു അതിന് എന്താ പറയാടി? ഈ സാധനം കുതിർക്കുമ്പോൾ എങ്ങനെയായിട്ടാ വരിക? ഒരുമാതിരി എന്താ പറയുക, നമ്മളുടെ ഈ സിയാ സീഡ്സ് ഒക്കെ കുതിരാനിടുമ്പോൾ ഒരു സാധനം, ഇതിന് കുതിരാനിടുമ്പോൾ ഒരു വെള്ള കളർ സാധനം വരും. എന്താ പറയുക അതിനെ? കുതിർന്ന സമയത്തേ ഒരു ഇതാവില്ലേ, എന്താണ് ഒരു വെള്ളമായിട്ടല്ലേ മാറാ, എന്താ പറയുന്നേ? അതായത് നമ്മുടെ സിയാഡ് സീഡ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ സിയാഡ് സീഡ്സ് ഒക്കെ ഇങ്ങനെ കുതിരാനിടുമ്പോ ഒരുമാതിരി ഇങ്ങനെ വരും. അപ്പൊ ഈ ഇത് കുതിർക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി വൈറ്റ് ജെല്ല് പോലെ. അതാണ് സംഭവം. നീ വേണ്ട വയ്ക്കും, പക്ഷെ ഇതിന്റെ പേരെന്താണെങ്കിലും മലയാളത്തിൽ വേഗം കണ്ടുപിടിക്കും. ഇത് ജെല്ല് പോലെ ഇങ്ങനെ രൂപത്തിലാവും. ആ ഒരു ജെല്ല് രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് കുതിരാൻ വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ, കുതിർക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജെല്ലിന്റെ ആ ഒരു പരുവത്തിന് കിട്ടും. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടെ ഇരിക്കട്ടെ, രാവിലെ നമ്മൾ വെറും വയറ്റിൽ ആ ഒരു ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിന് ഭയങ്കര ഇതാണ്. എല്ലാവർക്കും കഴിക്കാം, ജെൻസിനും കഴിക്കാം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്.
ഇതിന്റെ ഉപയോഗങ്ങൾ ഞാൻ ഇനി എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ചൂടുണ്ടാവുമല്ലോ, ഭയങ്കര ചിലരുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ബോഡി ആയിരിക്കും അല്ലെ. അങ്ങനെ ഹീറ്റ് ആയിട്ടുള്ള ബോഡികൾ, ഇത് ഭയങ്കര തണുപ്പുള്ള സാധനമാണ്, ഭയങ്കരമായിട്ട് കുളിർമ നമ്മുടെ ശരീരത്തിന് തരും. നമ്മുടെ ഈ നൊങ്കൊക്കെ ഇല്ലേ, ആ ഒരു ഇതിന്റെയൊക്കെ ഒരു ഇതാണിത്. അതായത് ഭയങ്കര നമ്മുടെ ശരീരം ഭയങ്കര കുളിർച്ച കിട്ടും. പിന്നെ എന്താ പറയാ, പെൺകുട്ടികള് എന്താ പറയുക, ഇങ്ങനെ മന്ത്ലി നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു, അതായത് നമുക്ക് ആ ഒരു സമയത്ത് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാവും, സ്റ്റൊമക് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതിന് ഉപയോഗിക്കാം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാം. അങ്ങനെ നമ്മുടെ ശരീരത്തിന് എന്താ പറയുക, നമ്മുടെ ഹെൽത്തിനെ ആകെ മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. അതായത് ബദാം പിസ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തിന് അത്രത്തോളം നല്ല ഒരു ഇത് തരുന്ന സംഭവമാണ്. അത് കൂടാതെ തന്നെ നമ്മുടെ സൗന്ദര്യമായിട്ട്, അതായത് നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടി, അതായത് നമ്മളിപ്പോൾ ഒരുപാട് നമ്മൾ പറയാറില്ലേ നമ്മളെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നൊക്കെ, അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റുന്നത് വലിയ പൈസയൊന്നുമില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ഇത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അതായത് ഇതേപോലെ തന്നെ രാത്രി നമ്മൾ ഒരു 3 or 4 കുതിർക്കാൻ വേണ്ടി വെക്കുക. പിറ്റേദിവസം രാവിലെ എണീക്കുമ്പോൾ അതിന് ജെൽ ടൈപ്പിലാവും. അപ്പോൾ അതങ്ങനെ എടുത്ത് കഴിക്കുക, കഴിച്ചിട്ട് വെള്ളം കുടിക്കുക. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാവേ. ഒരു ടേസ്റ്റ് ഇല്ലാത്ത സംഭവമാണ് കേട്ടോ. പക്ഷെ ഇത് വളരെ നല്ലതാണ്. നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ബോഡി ഹീറ്റ്, അതായത് ഒരുപാട് ചിലപ്പോൾ ഭയങ്കര നമുക്കൊക്കെ ഈ പീരീഡ് സമയത്തൊക്കെ ഭയങ്കര വയറുവേദന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര്, അതായത് ഈ തമിഴ്നാട്ടിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മളുടെ സ്കിന്നിന്, നമ്മുടെ ബോഡിക്ക് എല്ലാം ഒരുപാട് ഉപകാരപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. വാങ്ങിച്ചു വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ, അതുകൊണ്ടാണ്. അപ്പം ട്രൈ ചെയ്യുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, സ്റ്റമക് പെയിന് കുറച്ച് ഇത് കിട്ടും. പിന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഭയങ്കര ഒരു നല്ലൊരു പൊലിമ, അല്ലെങ്കിൽ ദേഹം മൊത്തം ഒരു കുളിർച്ചി അങ്ങനെയൊക്കെ കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട്, നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ്. ഈ ഒരു പാക്കറ്റ് നോക്കട്ടെ, 50 ഗ്രാമാണ് ഇപ്പം. അത് ഞാൻ ഒന്നും എടുത്തിട്ടില്ല, അങ്ങനെ പൊട്ടിച്ചതിൽ ഇട്ടിരിക്കുകയാണ്. 50 ഗ്രാമിന് 22 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 50 ഗ്രാമിന് 22 രൂപയേ ഉള്ളൂ. എല്ലാവരും, അതായത് സൂപ്പർ മാർക്കറ്റുകളിൽ, നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും, പിന്നെ എന്താ പറയുക ആയുർവേദിക്കിൻ്റെ നമ്മുടെ ഇതുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കടകളിലൊക്കെ ഇത് കിട്ടും, അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. രേണുമ സെർച്ച് ചെയ്ത് നോക്കിയാ അറിയത്തില്ല എന്താന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ഇതാവുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം. രേണുവിനെ കൂടെ നോക്കാൻ പറഞ്ഞാൽ പേരെന്താന്നുള്ളത് കേട്ടോ. നമുക്ക് അറിയില്ല. ഇത് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾ കടകളിൽ ചോദിച്ച് എല്ലാ വീടുകളിലും വെക്കണമെന്നേ ഞാൻ പറയും. പെട്ടെന്ന് നമുക്കൊക്കെ എന്താ പറയുക, ഒരുപാട് പേർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് നേരം AC ഇരിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതിൽ ചില ആൾക്കാർക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. നിങ്ങൾ ഡെയിലി കഴിക്കാൻ പറ്റിയാൽ ഡെയിലി കഴിക്കാം. പിന്നെ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഇതൊരു ഇതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിന് നല്ലതായിരിക്കും ഞാൻ പറയുള്ളൂ. ഡെയിലി കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ കഴിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയും, ഇത് ഭയങ്കര ശരീരത്തിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക ശ്വാസം മുട്ടല്, ആസ്മ, അങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർ കഴിക്കാതിരിക്കുക. ഓക്കെ, കഴിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഭയങ്കരമായിട്ട് കുളിർച്ചയാണ് നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത്. പിന്നെ സൈനസ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ട് ഇത് കഴിക്കാൻ കുറച്ച് അവോയ്ഡ് ചെയ്ത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർക്കൊന്നും തണുപ്പ് പറ്റാത്തതല്ല, ഇത് ഭയങ്കര തണുപ്പാണ് ഈ സംഭവം. അപ്പം നിങ്ങൾ കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി നമുക്ക് അറിയിക്കുക. അപ്പോൾ ഇതെല്ലാ ലേഡീസും, അതായത് പറ്റാവുന്ന ആൾക്കാരെല്ലാം ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇതുണ്ട്, ഉപകാരങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലൊരു ബെനിഫിറ്റ് ആയ സാധനമാണ്. സ്കിന്നിനെ തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ശരീരത്തിൻ്റെ ഉള്ളിലോട്ടുള്ള എല്ലാ ഇതിനും വളരെ നല്ലതാണ്.
പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ബോഡി ഹീറ്റിങ് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഇതേപോലെ ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവമുള്ള ആൾക്കാർ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കഴിക്കാതിരിക്കാന്നാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞിട്ടൊരു സാധനം കഴിച്ചിട്ട് അയ്യോ എന്ന് പറയരുത്. അത് ഭയങ്കര തണുപ്പുള്ള സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും ഉപകാരപ്പെടും, പ്രത്യേകിച്ച് ലേഡീസ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റ് ആവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ഉപയോഗിച്ച് ഒരു ഡപ്പയിൽ നമ്മൾ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം വാങ്ങിച്ച് വെച്ച് നമുക്ക് എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു കുഞ്ഞു പാത്രം വേണം, അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് 4 എണ്ണം ഇട്ടിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിച്ചാൽ ഹീറ്റ് ഭയങ്കരമായിട്ട് ഇതാണ്. ബാദാം പിസ്നയുടെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ് ഞാൻ. അപ്പം ഭക്ഷണം കഴിച്ചു, ഇത്രയും കഴിച്ചാൽ നീ അടിപ്പാടി നല്ലതല്ല ഇതെല്ലാം നല്ലതല്ലേ. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഭാര്യയാണ് മാനെ, ഇതൊന്ന് ക്യാമറ കൈമാറിട്ടെ. ഒരു മിനിറ്റ്, ക്യാമറ കൈമാറൂ, പിടിക്കൂ, ഇളക്കരുത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഓർമ്മ കാണിച്ചാണ് ബാദാം പിസ്നി. അവിടെ വൈൻഡപ്പൊക്കെ എടുത്തു ഇതാണ് ജെൽ പരിപാടി. കൈ ഇളക്കലേ, ഇതൊരു 3 എണ്ണം ഇതാ അങ്ങനെയുള്ള വേർഡ്സ് എല്ലാം യൂസ് ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ ട്രൈ ഉണ്ട്. ഓക്കെ, ട്രൈ ചെയ്തിട്ട് പറയാം. ബാദാം പിസ്നി, ഇതിനിപ്പോൾ വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ് നോക്കട്ടെ, ഇവിടെ വേറെ വല്ലതും പേര് എഴുതിയിട്ടുണ്ടോ. പിസ്നി ഉണ്ടോ, അതിൻ്റെ പേര് ബാദാം പിസ്നി. ഏതാണ് അതിൽ എഴുതിയിരിക്കുന്നത്, കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്താ ബാദാം പിസ്നി. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ചോടുണ്ട ചോട് അങ്ങനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്ന് അറിയാം വാങ്ങിച്ചത്. ഒന്ന് വാങ്ങിയ ഒന്ന് ഫ്രീ, ഒരു കുഞ്ഞു ബോട്ടിൽ. ഹോം സെൻറ്ററിൻ്റെയാണ്, ഫ്ലാസ്ക് ആണ് കേട്ടോ. അത് കുഴപ്പമില്ല, വെറുതെ പൈസ കളഞ്ഞു. ഇവിടെ 2 എണ്ണം ഇരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും പോയി വാങ്ങിച്ചു. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത്, അല്ലാതെ വേറെ. അപ്പം ഇനി കുറച്ച് വെള്ളമൊക്കെ എടുത്ത ചുരിദാർ ബോട്ടിൽ, നല്ല ബോട്ടിലാണ് പക്ഷേ. വേറെ എന്തൊക്കെയാ വിശേഷം എന്തെങ്കിലും പറയണം? വളച്ച് എടുക്കണ്ടോ, എന്തെങ്കിലും പറയും. ഞാൻ ചെറുപയർ ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അറിയോ? കുതിരാൻ വെച്ചിട്ടുണ്ട്. ചെറുപയർ കഞ്ഞി വെച്ച് കുടിക്കാനല്ല, കഞ്ഞി വെച്ച് കുടിക്കാനല്ല, അല്ലാതെ 2:30 സ്റ്റാർട്ട് ചെയ്യും. എന്ത് 2:30 സമയം, അത് കുതിരാൻ സമയം. എന്താ തരീണ്? ചോറൊക്കെ ഉണ്ണോ? അതാ പറഞ്ഞു, ഉച്ചനേരത്തെ ഉണ്ണാണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡയറ്റാണോ? അതാണോ ഡേറ്റാണോ? ഡയറ്റിലാണ് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാണ്ടിരുന്ന വേറെ വല്ല ഞാൻ ഡയറ്റ് എടുക്കില്ല. അപ്പം ഞാൻ എടുക്കില്ല. ചോറ് കുറവായിരിക്കുന്നു, അവിടെ ഞാൻ ഒന്നും കഴിക്കില്ല. ചോറ് വേണ്ട, പക്ഷേ കഴിച്ചോ വേണ്ട, എങ്ങനെ പറയുന്നു. വേണ്ട, നീ കഴിച്ചല്ലേ? ഞാൻ കണ്ടില്ല നീ കഴിക്കണമെന്നൊന്നും. ഞാൻ വേഗം കഴിച്ചു. നീ കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കഴിച്ചു ബാ. ഇല്ലമ്മ, അതെ, ഞാൻ മോര് കൊടുത്തിട്ട് കുറച്ച് കഴിച്ചു. കൂട്ടാൻ കഴിക്കാൻ പറ്റില്ല. ഒന്ന് കുക്കർ തന്നെ വെച്ചിരിക്കുന്നതാണോ മുളകുശി മാറ്റണം. ഒന്ന് പടവലങ്ങ മുളകുശി കുളിക്കാൻ പോയി തുണിയാണ്. എന്താ രസം. അച്ചാറ് തൈരൊക്കെ എടുത്തിട്ട് കഴിച്ചോട്ടോ. എനിക്ക് പടവലങ്ങ ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പടവലങ്ങ ഉപ്പേരി, പടവലങ്ങ തൽക്കാലം ഇവിടെ ഉള്ള കാര്യത്തിലുണ്ട്, അത് ഞാൻ കൊടുക്കുന്നു. അത് മതി, അടുത്തോ മുഴുവൻ എടുത്തോ. വേണ്ട, വേറെ എന്താ ഉള്ളത്? എന്താ പറയാ, ഒരു ചോറ് കണ്ടാൽ ഈ ഛർദ്ദിക്കാൻ പറ്റില്ല. ചോറിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ചോറ് പിടിക്കുന്നില്ല. എന്താ പറ്റുക പിന്നെ? അയ്യോ, ചോറിന് പകരം വല്ല ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ പോകണം. ഞാൻ എന്ത് ചെയ്തു, വീഡിയോ എടുക്കായിരുന്നല്ലേ, അതിൻ്റെ ഇതിലാണ്. എല്ലാവരും മാമുണ്ണാൻ വരും. ഇതെന്താണ് ഇവിടെ കപ്പ കോവിച്ച പോലെ ഉണ്ട് ഇന്നത്തെ മളകൂഷ്യം, എന്താണെന്ന് എനിക്കറിയാത്തത്. എന്താ സംഭവം? കപ്പയെന്ന് വിചാരിച്ച് കഴിച്ചോ? നീ അങ്ങനെയാണെങ്കിലേ കഴിക്കുള്ളൂ. നീ പിള്ളേർക്കൊന്ന് കൊടുത്തച്ച് വീട്ടിലെയാ?
ഇല്ല. ദോശയാ? സഞ്ജുവിന് തൈരും ചോറും അച്ചാറും, മീനുവിന് വെജ് ഫ്രൈഡ് റൈസ്. ഓ, ഇന്നലെ ചോദിക്കുന്നായിരുന്നു മേഡം വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമെന്ന്. ഓക്കെ, അപ്പം മമ്മൂണ്ടിട്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഡേണിന് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാത്തത്. നാളെ മുതൽ ഉപ്പേ ഉണ്ടാവില്ല, കുറഞ്ഞാലും കൂടരുത്. വേറെ അപ്പം എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ശരി. അപ്പം ഭക്ഷണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോയുടെ ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ലേഡീസിന് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടല്ലോ ശരീരത്തിൽ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുന്നേ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞ ഈ ആൾക്കാർ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യുക, കാരണം തണുപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് പ്രാവശ്യം കാണിച്ചു തരുന്നുണ്ട്. ഇന്ന് തൊട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കണം. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു മൈ സെലിബ്രിറ്റീസ്.